നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ ജനങ്ങളെ നട്ടം തിരിച്ച അമേരിക്കയിലെ സർക്കാർ ഷട്ട്ഡൌണിന് 43 ദിവസത്തിനു ശേഷം അന്ത്യം. സെനറ്റ് അംഗീകരിച്ച ബില്ല് റിപ്പബ്ലിക്കൻ നിയന്ത്രിത ജനപ്രതിനിധി സഭ പാസാക്കിയതോടെയാണ് ഷട്ട്ഡൌണിന് തിരശ്ശീല വീണത്. യുകെയിൽ ലേബർ പാർട്ടി പ്രതിസന്ധി, പാർട്ടിയിലും സർക്കാരിലും അതൃപ്തി. ബജറ്റ് കഴിയുന്നതോടെ സ്റ്റാർമർക്ക് കസേര നഷ്ടമാകാൻ സാധ്യത. യുകെയിൽ NHSൽ നിന്നും 18,000 ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിടാനുള്ള ഹെൽത്ത് സെക്രട്ടറിയുടെ നീക്കത്തിന് ട്രഷറിയിൽ നിന്ന് തിരിച്ചടി. പിരിച്ചുവിടൽ ചെലവിനായി £1 ബില്യൺ അധിക ഫണ്ട് അനുവദിക്കണമെന്ന വൈസ് ട്രീറ്റിംഗിന്റെ ആവശ്യം ചാൻസലർ റേച്ചൽ റീവ്സ് തള്ളി. വിർജിൻ അറ്റ്ലാന്റിക് വിമാനത്തിലെ ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തിയ കേസ് ശതകോടീശ്വരനായ സൽമാൻ ഇഫ്തിഖറിന്റെ ജയിൽ ശിക്ഷ 3 ഇരട്ടി കൂട്ടി. ബ്രിട്ടനിൽ സാമ്പത്തിക മാന്ദ്യവും തൊഴിലില്ലായ്മയും ഉയർന്നതോടെ പലിശ നിരക്ക് കുറയ്ക്കുന്നതിന്റെ പാതയിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. അടുത്ത മാസം പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. യുകെയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പുതിയ നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ച സർക്കാർ. ഇനി മുതൽ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ടെസ്റ്റ് ബുക്കിംഗ് നേരിട്ട് ചെയ്യേണ്ടി വരുമെന്ന് റിപ്പോർട്ട്. US മിന്റ് ഔദ്യോഗികമായി അവസാനത്തെ 1 സെന്റ് നാണയം നിർമ്മിച്ചു. ഇതോടെ നടപ്പിലായത് ട്രംപ് ഭരണകൂടം 6 മാസം മുൻപ് പ്രഖ്യാപിച്ച തീരുമാനം. അഴിമതി കേസുകളിൽ വിചാരണ നേരിടുന്ന പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് മാപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കത്ത് ലഭിച്ചുവെന്ന് ഇസ്രയേൽ പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. യുകെയിൽ 1.5 പതിറ്റാണ്ടിനു ശേഷം അധികാരത്തിലെത്തിയ ലേബർ പാർട്ടി വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. ജനപ്രീതിയും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയും ഇടിഞ്ഞു താഴുകയാണ്. പാർട്ടിയിലും സർക്കാരിലും അതൃപ്തി കൂടുകയാണ്. അതിനിടെ ബജറ്റ് അവതരണത്തിന് ആഴ്ചകൾ മാത്രം അവശേഷിക്കവേ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ലേബർ സർക്കാർ. പാർട്ടിയിലെ ഉൾപ്പോര് മറനീക്കി പുറത്തു വന്നതോടെ പ്രധാനമന്ത്രി ക്യാബിനറ്റ് മന്ത്രിമാർക്കെതിരെ തന്നെ രംഗത്ത് വന്നു. തന്നെ പുറത്താക്കി പ്രധാനമന്ത്രിയാകാനുള്ള നീക്കത്തിൽ മുന്നിലുള്ള ഹെൽത്ത് സെക്രട്ടറി വൈസ് ട്രീറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കിയ കീർ സ്റ്റാർമർ പരസ്യമായ കുറ്റപ്പെടുത്തൽ നടത്തി. എന്നാൽ സ്ട്രീറ്റിംഗിനെ കുത്താനുള്ള ശ്രമത്തിൽ തിരിച്ചടി ഉണ്ടായത് പ്രധാനമന്ത്രിക്കാണ്. ഇത് മനസ്സിലാക്കി തന്റെ ക്യാബിനറ്റിലെ ഒരു അംഗത്തെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് വിശദീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ചീഫ് ഓഫ് സ്റ്റാഫ് മോർഗൻ മക്സീനിയാണ് ഹെൽത്ത് സെക്രട്ടറിക്കെതിരായ വിമർശനങ്ങൾക്ക് പിന്നിലെന്നാണ് വിവരം. സ്വന്തം മന്ത്രിക്കെതിരായ വിമർശനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച മക്സീനിയെ പുറത്താക്കാൻ രോഷാകുലരായ എംപിമാർ ആവശ്യപ്പെടുന്നു. എന്നാൽ ദീർഘകാല സഹായിയായ ഇദ്ദേഹം പുറത്തായാൽ പിന്നാലെ സ്റ്റാർമറുടെ കസേരയും തെറിക്കുമെന്നാണ് ആശങ്ക. ലേബറിന്റെ ജനപ്രീതി ചരിത്രപരമായ താഴ്ചയിലാണ് എത്തി നിൽക്കുന്നത്. അതിനാൽ നേതൃ പോരാട്ടത്തിനുള്ള സാധ്യതകളും തെളിയുന്നുണ്ട്. ബജറ്റ് കഴിയുന്നതോടെ സ്റ്റാർമർക്ക് കസേര നഷ്ടമാകുമെന്ന് അടുപ്പക്കാർ ഭയക്കുന്നു. നികുതി വർധനവുകൾ ഈ ആഘാതം ഉറപ്പാക്കുമെന്നാണ് കരുതുന്നത്. ഇതിനിടെ സ്ട്രീറ്റിംഗിനെതിരായ ബ്രീഫിംഗിൽ അന്വേഷണം പ്രഖ്യാപിച്ചതായി ലേബർ പാർട്ടി ചെയർമാൻ അന്ന ടെർലിക് പറഞ്ഞു. വിഷയത്തിൽ സ്റ്റാർമർ ഹെൽത്ത് സെക്രട്ടറിയോട് ക്ഷമ ചോദിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. റീഫോം യുകെയുടെ അമ്പരപ്പിക്കുന്ന വളർച്ചയും ലേബർ പാർട്ടി പിന്നോക്കം പോകുന്നതും എതിർസ്വരങ്ങൾക്ക് കൂട്ടാൻ ഇടയാക്കിയിട്ടുണ്ട്. യുകെയിൽ NHSൽ നിന്നും 18,000 ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിടാനുള്ള ഹെൽത്ത് സെക്രട്ടറിയുടെ നീക്കത്തിന് ട്രഷറിയിൽ നിന്ന് തിരിച്ചടി. പിരിച്ചുവിടൽ ചെലവിനായി £1 ബില്യൺ അധിക ഫണ്ട് അനുവദിക്കണമെന്ന വൈസ് ട്രീറ്റിംഗിന്റെ ആവശ്യം ചാൻസലർ റേച്ചൽ റീവ്സ് തള്ളുകയായിരുന്നു. വൈറ്റ് ഹാളിൽ ലോബിയിങ്ങും ഫണ്ടിങ്ങും അനുമതിയില്ല. പിരിച്ചുവിടലിനായി ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കാൻ സ്ട്രീറ്റിംഗ് വൈറ്റ് ഹാളിൽ ലോബിയിങ് നടത്തിയെങ്കിലും വിജയിച്ചില്ല. 42 ഇന്റഗ്രേറ്റഡ് കെയർ ബോർഡുകളുടെ വലിപ്പം കുറയ്ക്കാൻ 25,000 ജീവനക്കാരെ പുറത്താക്കേണ്ടതായിരിക്കും ചെലവിനായി ട്രഷറിയുടെ താൽക്കാലിക അനുമതി. ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഡിപ്പാർട്ട്മെന്റിന് ഈ സാമ്പത്തിക വർഷം £1 ബില്യൺ അധിക ചെലവ് നടത്താൻ ട്രഷറി അനുമതി നൽകി. 2026-27 സാമ്പത്തിക വർഷത്തിൽ ബജറ്റ് കുറയുമെന്നും കൂടുതൽ ഫണ്ട് ലഭിക്കില്ല എന്നും ട്രഷറി മുന്നറിയിപ്പ് നൽകി. പിരിച്ചുവിടൽ നടപടികൾ ഡിസംബർ അവസാനത്തോടെ പൂർത്തിയാക്കണം. ജോലിക്കാരെ പിരിച്ചുവിടാൻ ആവശ്യമായ ഫണ്ട് ലഭ്യമല്ല എന്നത് ബോർഡുകൾക്ക് വലിയ പ്രതിസന്ധിയാകുന്നുണ്ട്. NHS ഇംഗ്ലണ്ടിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് 2027 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറുമായി ലയിപ്പിക്കുന്നതും ഈ നീക്കത്തിന്റെ ഭാഗമാണ്. സർക്കാർ നടപടികൾ ആരോഗ്യ മേഖലയിലെ ഭാവിയെ ബാധിക്കുമെന്ന ആശങ്കയും ഈ പശ്ചാത്തലത്തിൽ ഉയർന്നിട്ടുണ്ട്. യുകെയിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ നീണ്ട കാത്തിരിപ്പും ഓൺലൈൻ തട്ടിപ്പുകളും കുറയ്ക്കാൻ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഇനി മുതൽ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് നേരിട്ട് മാത്രമേ ടെസ്റ്റ് ബുക്കിംഗ് ചെയ്യാൻ സാധിക്കൂ. നിലവിൽ ചില ഏജൻസികൾ ടെസ്റ്റ് സ്ലോട്ടുകൾ വാങ്ങി വൻതുകയ്ക്ക് വീണ്ടും വിൽക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. പുതിയ നടപടികൾ വിദ്യാർത്ഥികളെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഹൈഡി അലക്സാണ്ടർ പറഞ്ഞു. ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർക്ക് ഇനി അവരുടെ വിദ്യാർത്ഥികളുടെ പേരിൽ ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഒരാൾക്ക് ടെസ്റ്റ് മാറുകയോ സ്ഥലം മാറ്റുകയോ ചെയ്യാനുള്ള തവണകളിലും നിയന്ത്രണം വരും. ഇതോടൊപ്പം പ്രതിരോധ വകുപ്പിൽ നിന്നുള്ള 36 പരീക്ഷാ നടത്തിപ്പുകാരെ ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ്സ് ഏജൻസിയിലേക്ക് നിയോഗിക്കും. നിലവിലെ ശരാശരി കാത്തിരിപ്പ് സമയം 21 ആഴ്ചയാണെന്നും 2026 വേനലോടെ അത് 7 ആഴ്ചയാക്കാനുള്ള ലക്ഷ്യം കൈവരിക്കുമെന്നും ട്രാൻസ്പോർട്ട് സെക്രട്ടറി അറിയിച്ചു. വിമാനത്തിൽ മദ്യപിച്ച് ലക്കുകെട്ട ശതകോടീശ്വരന് ജയിൽ ശിക്ഷ 3 ഇരട്ടി കൂട്ടിക്കിട്ടി.
പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്നും ലണ്ടനിലെ ഹീത്രൂവിലേക്ക് പറന്ന വിർജിൻ അറ്റ്ലാന്റിക് വിമാനത്തിലെ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി തീ കൊളുത്തുമെന്നാണ് സൽമാൻ ഇഫ്തിഖർ ഭീഷണി മുഴക്കിയത്. നേരത്തെ 15 മാസത്തെ ജയിൽ ശിക്ഷയാണ് കോടതി ഇയാൾക്ക് വിധിച്ചത്. എന്നാൽ ശിക്ഷ കുറഞ്ഞുപോയെന്ന വാദം ഉയർന്നതോടെയാണ് വിധി പുനഃപരിശോധിച്ച് 4 വർഷവും 3 മാസവുമായി ശിക്ഷ ഉയർത്തിയത്. പാകിസ്ഥാനിൽ നിന്നും യാത്ര ചെയ്യുമ്പോഴാണ് മദ്യപിച്ച് ലക്കുകെട്ട് ധനികനായ റിക്രൂട്ട്മെന്റ് കൺസൾട്ടന്റ് ക്യാബിൻ ക്രൂവിനെ ഭീഷണിപ്പെടുത്തിയത്. 39,000 അടി ഉയരത്തിൽ പറക്കുമ്പോഴാണ് യാത്രക്കാരെ ഞെട്ടിച്ച് ഇഫ്തിഖർ അസഭ്യവർഷം നടത്തിയത്. 3 മക്കളുടെ പിതാവാണ് ഇദ്ദേഹത്തിന്റെ 17 മില്യൺ പൗണ്ടിന്റെ കടമുണ്ടായിരുന്ന ബിസിനസ് പൊളിഞ്ഞു. ഇതിനിടെയാണ് വിമാനത്തിൽ വെച്ച് ക്യാബിൻ ക്രൂ താമസിക്കുന്ന 5 സ്റ്റാർ ഹോട്ടൽ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. ഇഫ്തിഖറിന് ശിക്ഷ കുറഞ്ഞതായി ആരോപണം ഉയർന്നതോടെ അപ്പീൽ കോടതി കേസ് പരിശോധിച്ചാണ് ശിക്ഷാ കാലാവധി 3 ഇരട്ടിയായി ഉയർത്തിയത്. ബ്രിട്ടനിലെ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലായതും തൊഴിലില്ലായ്മ ഉയർന്നതുമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അടുത്ത മാസം തന്നെ പലിശ നിരക്കിൽ കുറവ് വരുത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. നിലവിൽ 4% നിലനിൽക്കുന്ന അടിസ്ഥാന പലിശ നിരക്ക് ഡിസംബറോടെ കുറയാമെന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. നവംബർ അവലോകന യോഗത്തിൽ നിരക്ക് മാറ്റമില്ലാതെ തുടരുന്നതിന് പിന്നാലെയാണ് പുതിയ വിവരങ്ങൾ ചർച്ചയായത്. പണപ്പെരുപ്പം ഇപ്പോഴും ലക്ഷ്യമായ 2%-ത്തേക്കാൾ കൂടുതലാണെങ്കിലും വില വർധനയുടെ വേഗം കുറഞ്ഞു വരുന്നതായാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വായ്പയും ചെലവിടലും പ്രോത്സാഹിപ്പിച്ച് ബിസിനസ് മേഖലയെയും വീട് വാങ്ങുന്നവരെയും സഹായിക്കാനാണ് നിരക്കിളവിന്റെ ലക്ഷ്യം. തൊഴിലില്ലായ്മ 5%-ലേക്ക് ഉയർന്നതും വേതന വർധന മന്ദഗതിയിലായതുമാണ് ബാങ്കിന് ആശങ്കയാകുന്നത്. അമേരിക്കൻ ഫെഡറൽ റിസർവും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ഇതിനകം പലിശ നിരക്കിൽ ഇളവ് നൽകിയതോടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും അതേ പാത പിന്തുടരുമെന്നാണ് പരക്കെ പ്രതീക്ഷിക്കുന്നത്. UK മലയാളി സമൂഹത്തെ ദുഃഖത്തിലാക്കി സ്റ്റോക്ക് ഓൺ ട്രെൻഡിൽ മലയാളി വീട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു. സ്റ്റോക്ക് ഓൺ ട്രെൻഡിലെ മലയാളി ജോസ് മാത്യു ആണ് വിട പറഞ്ഞത്. ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവ സമയത്ത് ഭാര്യ ഷീബ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു. വീട്ടിൽ ഇളയ മകൾ മരിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിതാവ് കുഴഞ്ഞു വീണത് കണ്ടതോടെ മകൾ അടിയന്തരമായി സമീപവാസിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മലയാളി പെൺകുട്ടിയെ വിളിക്കുകയും CPR നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് അറിയിച്ചതിനെ തുടർന്ന് എമർജൻസി സർവീസ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എത്തിച്ചേർന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കെവിൻ, കാരൽ, മരിയ എന്നിവരാണ് മക്കൾ. സീറോ മലബാർ സ്റ്റോക്ക് ഓൺ ട്രെൻഡ് മിഷനിലെ ഇടവകയിലെ ഡൊമിനിക് സാവിയോ യൂണിറ്റിന്റെ സജീവാംഗമായിരുന്നു ജോസ് മാത്യു. അമേരിക്കയിലെ ജനങ്ങളെ നട്ടം തിരിച്ച അമേരിക്കയിലെ സർക്കാർ ഷട്ട്ഡൌണിന് 43 ദിവസത്തിനു ശേഷം അന്ത്യം. സെനറ്റ് അംഗീകരിച്ച ബില്ല് റിപ്പബ്ലിക്കൻ നിയന്ത്രിത ജനപ്രതിനിധി സഭ 222-ൽ 209 വോട്ടുകൾക്ക് പാസാക്കിയതോടെയാണ് സകലദിനം തിരശ്ശീല വീണത്. ഡെമോക്രാറ്റുകളുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങളെ ഒരുമിപ്പിച്ചു നിർത്താൻ ഈ വോട്ടെടുപ്പിലൂടെ സാധിച്ചു. ഫെഡറൽ ഹെൽത്ത് ഇൻഷുറൻസ് സബ്സിഡികൾ നീട്ടാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനുള്ള അമർഷത്തിലാണ് ജനപ്രതിനിധി സഭയിലെ ഡെമോക്രാറ്റുകൾ. സെനറ്റ് ബിൽ അംഗീകരിച്ചു. അങ്ങനെ അമേരിക്കയിലെ ജനങ്ങളെ നട്ടം തിരിച്ച പ്രതിസന്ധിയിലാഴ്ത്തിയ അമേരിക്കയിലെ സർക്കാർ ഷട്ട്ഡൌണിന് വമ്പൻ പ്രതിസന്ധികൾക്ക് വിരാമമിട്ടുകൊണ്ട് ഒടുവിൽ അന്ത്യമായി. സെനറ്റ് അംഗീകരിച്ച ബില്ല് റിപ്പബ്ലിക്കൻ നിയന്ത്രിത ജനപ്രതിനിധി സഭ 222-ൽ 209 വോട്ടുകൾക്ക് പാസ്സായതോടെയാണ് സകലതിനും തിരശ്ശീല വീണത്. ഡെമോക്രാറ്റുകളുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങളെ ഒരുമിപ്പിച്ചു നിർത്താൻ ഈ വോട്ടെടുപ്പിലൂടെ സാധിച്ചു. ഫെഡറൽ ഹെൽത്ത് ഇൻഷുറൻസ് സബ്സിഡികൾ നീട്ടാനുള്ള ശ്രമം പരാജയപ്പെട്ടതിലുള്ള അമർഷത്തിലാണ് ജനപ്രതിനിധി സഭയിലെ ഡെമോക്രാറ്റുകൾ. അമേരിക്കൻ ജനതയെ ഭരണത്തിലേറിയ നാൾ മുതൽ ഓരോ നട്ടപ്രാന്ത് കൊണ്ട് ജനങ്ങളെ ആകെ വലയ്ക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. 43 ദിവസം ഖജനാവ് പൂട്ടിയതോടെ സർക്കാർ ഓഫീസുകൾ ഓരോന്നായി അടച്ചു. ഈ അടച്ചുപൂട്ടൽ ഓരോ മേഖലയും സാരമായി ബാധിക്കുകയായിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബില്ലിൽ ഒപ്പുവെച്ചതോടെയാണ് ഖജനാവ് ഔദ്യോഗികമായി തുറന്നെങ്കിലും കാര്യങ്ങൾ സാധാരണ നിലയിലാകാൻ സമയമെടുക്കും. ധനവിനിയോഗ ബിൽ പാസ്സാകാത്തതിനെ തുടർന്ന് US-ലെ വിമാന സർവീസുകളടക്കം തകിടം മറിഞ്ഞു. ട്രംപിന്റെ സ്ഥിരം നയമായി മാറിയിരിക്കുകയാണ് ഈ സർക്കാർ അടച്ചുപൂട്ടൽ. 2019 ട്രംപിന്റെ ആദ്യ സർക്കാരിന്റെ കാലത്ത് 35 ദിവസം നീണ്ട ഖജനാവ് അടച്ചുപൂട്ടൽ നടത്തിയിരുന്നു. എന്നാൽ ഇത്തവണ ആ റെക്കോർഡ് തകർത്ത് 43 ദിവസമാക്കി. ഒക്ടോബർ 1-നാണ് US-ൽ ബഡ്ജറ്റ് വർഷം തുടങ്ങുന്നത്. സെപ്റ്റംബർ 30-ഓടെ സർക്കാരിന്റെ ചെലവിനുള്ള 12 ബില്ലുകൾ കോൺഗ്രസ് പാസ്സാക്കണം. അതുണ്ടായില്ലെങ്കിൽ ബില്ലുകൾ പാസ്സാകും വരെ ഖജനാവ് പൂട്ടും. അതായിരുന്നു സംഭവിച്ചത്. അതേസമയം ജനുവരി 30-ന് പുതിയ പ്രതിസന്ധി വരുമെന്നും US സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. നിർത്തലാക്കിയ ആരോഗ്യ പരിരക്ഷാ ആനുകൂല്യങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതായിരുന്നു ഡെമോക്രാറ്റുകളുടെ കടുംപിടുത്തം നടത്താനുള്ള കാരണം. ദൈനംദിന ചെലവ് കണ്ടെത്താൻ
വഴിയില്ലാത്തതിനാൽ ബഡ്ജറ്റ് 7 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർക്ക് താൽക്കാലികമായ തൊഴിൽ നഷ്ടമുണ്ടാക്കിയിരുന്നു. പലരോടും ശമ്പളമില്ലാതെ അവധിയിൽ പോകാൻ നിർദ്ദേശിച്ചു. അവശ്യ സർവീസുകൾ ഒഴികെ എല്ലാ വകുപ്പുകളെയും ഇത് ബാധിച്ചു. ദേശീയോദ്യാനങ്ങളും സന്ദർശക കേന്ദ്രങ്ങളും പാർക്കുകളും പൂട്ടി. പാസ്പോർട്ട് അപേക്ഷ, സർക്കാർ ആനുകൂല്യങ്ങൾ തുടങ്ങിയ പലതിനുമുള്ള നടപടിക്രമങ്ങൾ ആൾ ലഭ്യതയില്ലാത്തതിനാൽ വൈകിയിരുന്നു. ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ വൈകുന്നത് പൊതുജനാരോഗ്യത്തെ ബാധിച്ചിരുന്നു. അതേസമയം ഷട്ട്ഡൌൺ അവസാനിച്ചെങ്കിലും ഇരു പാർട്ടികളും വ്യക്തമായ രാഷ്ട്രീയ നേട്ടം അവകാശപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കൻ സാമ്പത്തിക ലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് US മിന്റ് ഔദ്യോഗികമായ അവസാനത്തെ 1 സെന്റ് നാണയം നിർമ്മിച്ചു. ട്രംപ് ഭരണകൂടം 6 മാസം മുൻപ് പ്രഖ്യാപിച്ച തീരുമാനമാണ് ഇതോടെ നടപ്പിലായത്. ഒരു പെനി നിർമ്മിക്കാൻ അതിന്റെ മൂല്യത്തിന്റെ ഏകദേശം 4 ഇരട്ടിയോളം ചെലവ് വരുന്നതിലാണ് ഈ ചരിത്രപരമായ നടപടി. ഒരു നൂറ്റാണ്ടിലേറെയായി അമേരിക്കൻ പൗരന്മാരുടെ പോക്കറ്റുകളിൽ ഇടം നേടിയിരുന്ന പെനിയുടെ യുഗമാണ് ഇതോടെ അവസാനിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രജ്ഞരും വിദഗ്ധരും ദീർഘകാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന പരിഷ്കാരമാണ്. 1 സെന്റ് നാണയം നിർമ്മിക്കാൻ നിലവിൽ ഏകദേശം 3.69 സെന്റ് ചിലവ് വരുമെന്നാണ് ട്രഷറി വകുപ്പ് വ്യക്തമാക്കുന്നത്. ചെലവ് കൂടിയ ലോഹങ്ങളുടെ ഉപയോഗവും ഉൽപാദന ചെലവിലെ വർധനവുമാണ് ഈ ഭീമമായ നഷ്ടത്തിന് കാരണം. ഓരോ വർഷവും രാജ്യത്തിന് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് പെനി വരുത്തിയിരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വർഷം ഫെബ്രുവരിയിൽ തന്നെ നികുതിദായകരുടെ പണം പാഴാക്കുന്ന ഈ നടപടി അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. അഴിമതി കേസുകളിൽ വിചാരണ നേരിടുന്ന പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് മാപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കത്തു ലഭിച്ചതായി ഇസ്രയേൽ പ്രസിഡന്റ് ഇസാഹ് ഹെർസോഗിന്റെ ഓഫീസ് വെളിപ്പെടുത്തി. ഇസ്രയേലിലെ നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുമ്പോൾ തന്നെ ഇറാൻ ഉൾപ്പെടെ USന്റെ ശത്രുക്കൾക്കെതിരെ പോരാടുന്ന സുഹൃത്ത് ബീബിക്കെതിരെ കേസുകൾ രാഷ്ട്രീയ പ്രേരിതവും നീതിപൂർവമല്ലാത്തതുമാണെന്ന് കരുതുന്നതായി ട്രംപ് കത്തിൽ പറയുന്നു. നെതന്യാഹുവിന്റെ വിചാരണ 2020 ആരംഭിച്ചെങ്കിലും പൂർത്തിയായിട്ടില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് H-1B വിസ ഫീസുമായി ബന്ധപ്പെട്ട നിലപാടിൽ മാറ്റം വരുത്താൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. രാജ്യത്തെ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ വേതനം കുറയ്ക്കുന്നതിനേക്കാൾ അമേരിക്കൻ തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകണമെന്ന മാധ്യമാഭിമുഖത്തിലെ ചോദ്യത്തിന് മറുപടിയായാണ് ട്രംപ് ഈ വിഷയത്തിൽ നിലപാട് മാറ്റാൻ സാധ്യതയുണ്ട് എന്ന് സൂചന നൽകിയത്. നിങ്ങൾ പറഞ്ഞത് അംഗീകരിക്കുന്നു, പക്ഷേ കഴിവുള്ളവരെയും കൊണ്ടുവരേണ്ടതുണ്ട് എന്നതായിരുന്നു ട്രംപിന്റെ മറുപടി. വിദേശത്തു നിന്നുള്ള പ്രതിഭകൾക്ക് H-1B വിസയുടെ വാതിലുകൾ അടഞ്ഞിട്ടില്ല എന്നും ഫീസ് ഇളവിന് സാധ്യതയുണ്ടെന്ന തരത്തിലും ഈ ഉത്തരം വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. രാജ്യത്തെ ചില മേഖലകളിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ വിദേശികളായ പ്രതിഭകളെ ആശ്രയിക്കേണ്ടതുണ്ട് എന്ന് ഉദാഹരണങ്ങൾ നിരത്തിയാണ് ട്രംപ് അവകാശപ്പെട്ടത്. നമസ്കാരം. ട്രംപ് തന്റെ ഭ്രാന്തൻ നയങ്ങളിൽ, പ്രത്യേകിച്ച് H-1B വിസ നിയമങ്ങളിലൊക്കെ ആകെ അഴിച്ചുപണി നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ഭ്രാന്തന്റെ ജൽപ്പനമാണോ, അതോ കണക്ക് കൂട്ടി കിഴിച്ച് കൃത്യമായി ബുദ്ധിപൂർവം കളിക്കുന്ന ചാണക്യന്റെ തന്ത്രമാണ്? അതോ ഇനി ചെയ്തത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാളുടെ കുറ്റബോധത്തിൽ നിന്ന് ആവിർഭവിച്ച തിരിച്ചറിവാണ്? എന്താണ് ട്രംപിന്റെ പുതിയ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് കൃത്യമായി കെണിയിൽ ചാടുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം വീണ്ടും വിദേശ തൊഴിലാളികളെ ലക്ഷ്യമിട്ടൊരു വിവാദ നയം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൽ ട്രംപ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കുടിയേറ്റ നയങ്ങൾക്ക് വിരുദ്ധമായി വീണ്ടും അമേരിക്കയിലേക്ക് തൊഴിൽ വിദഗ്ധരെയും വിദ്യാർത്ഥികളെയും ഒക്കെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയായ സ്കോട്ട് ബെസന്റ് ഇതിന് കൃത്യമായ ഒരു വിശദീകരണം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. വിദേശ തൊഴിലാളികളെ ദീർഘകാലത്തേക്ക് ആശ്രയിക്കുന്നതിന് പകരം ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമുള്ള ജോലികളിൽ അമേരിക്കക്കാരെ പരിശീലിപ്പിക്കുന്നതിനാണ് വിദേശികളെ താൽക്കാലികമായി അമേരിക്കയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ട്രംപിന്റെ പുതിയ നയമെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതിന് പ്രകാരം ഇതിന്റെ ആന്തരിക യാഥാർത്ഥ്യം നോക്കുമ്പോൾ ഇതൊരു കപട രാഷ്ട്രീയ നീക്കമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വ്യക്തമാണ്. H-1B വിസ നയം വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ടെക്നോളജി ശക്തിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണലുകൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാനുള്ള അവസരമാണ്. അനേകം ഇന്ത്യൻ IT വിദഗ്ധരും എഞ്ചിനീയർമാരും ഈ വിസയുടെ സഹായത്താൽ അമേരിക്കയിലെ വളർച്ചയ്ക്കും സാങ്കേതിക മുന്നേറ്റത്തിനും വലിയ പങ്ക് വഹിച്ചു. എന്നാൽ ട്രംപിന്റെ പുതിയ വിസ നയം ഈ തൊഴിലാളികളെ താൽക്കാലിക പരിശീലകർ എന്ന നിലയിലേക്ക് ചുരുക്കുകയാണ് ലക്ഷ്യമിടുന്നത്. അതായത് വിദേശ തൊഴിലാളികളെ വിളിച്ചു വരുത്തി അവർക്ക് അമേരിക്കൻ തൊഴിലാളികളെ പരിശീലിപ്പിക്കാൻ നിർബന്ധിച്ച് പിന്നെ അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കുക. ഇതാണ് ട്രംപിന്റെ യഥാർത്ഥ ലക്ഷ്യം. ട്രംപിന്റെ എല്ലാ നയങ്ങളും അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിലാണ്. എന്നാൽ അതിന്റെ പിന്നിൽ ഒരു സ്വാർത്ഥവും രാഷ്ട്രീയപരമായ കണക്കുകൂട്ടലുമുണ്ട്. അമേരിക്കൻ ജനങ്ങളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്ത് വിദേശികൾ അവരുടെ ജോലികൾ എടുത്തു കളയുന്നുവെന്ന ഭയമാണ് ട്രംപ് ഉണർത്തുന്നത്. ഇതിലൂടെ അദ്ദേഹം സ്വന്തം വോട്ട് ബാങ്ക് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത്.
എന്നാൽ യാഥാർത്ഥ്യത്തിൽ അമേരിക്കയുടെ ഹൈടെക് മേഖലകളുടെ വളർച്ചയും നവോത്ഥാനവും വിദേശ പ്രതിഭകളുടെ സംഭാവനയിലൂടെയാണ് നടക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. H-1B വിസ ഉടമകൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ എഞ്ചിനീയർമാർ, അമേരിക്കയിലെ ഗൂഗിൾ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ഗവേഷണ വികസന കേന്ദ്രങ്ങളിൽ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. ഇവരുടെ സംഭാവന ഇല്ലാതെ അമേരിക്കയുടെ സാങ്കേതിക രംഗം തളർന്നു പോകുമെന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ ട്രംപിന്റെ ഈ നയം അമേരിക്കൻ തൊഴിലാളികൾക്കുള്ള സംരക്ഷണം എന്നതല്ല, മറിച്ച് വിദേശ പ്രാവീണ്യത്തെ അടിച്ചമർത്താനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് വേണം തിരിച്ചറിയാൻ. ട്രഷറി സെക്രട്ടറിയുടെ പ്രസ്താവന പ്രകാരം താൽക്കാലിക തൊഴിലാളികൾ അമേരിക്കക്കാരെ പരിശീലിപ്പിച്ച് ഹൈടെക് ജോലികളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ ഈ പ്രസ്താവനയുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഭീഷണിയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇത് വിദേശ തൊഴിലാളികളെ വെറും ഉപകരണങ്ങളായി കാണുന്ന സമീപനമാണ്. അവരുടെ കഴിവും പ്രാവീണ്യവും താൽക്കാലികമായി ഉപയോഗിച്ച് പിന്നീട് അവരെ പുറത്താക്കുക, ഇതാണ് ഈ നയത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം. ഈ സമീപനം മാനുഷികമായും നൈതികമായും അപലപനീയമാണ്. വിദേശ തൊഴിലാളികൾക്ക് അവർക്ക് ആവശ്യമായ ബഹുമാനവും സ്ഥിരതയും നൽകാതെ അവരുടെ കഴിവ് ചൂഷണം ചെയ്യുന്നത് അമേരിക്കൻ നയങ്ങളുടെ താഴ്ചയാണ്. ട്രംപിന്റെ H-1B വിസ പരിഷ്കാരത്തിന്റെ പിന്നിൽ സാമ്പത്തികമില്ലാത്ത രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ്. ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികളുടെ കഴിവിനെയും പ്രൊഫഷണലിസത്തെയും അഭിനന്ദിച്ച് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടകാന്വേഷണം കൃത്യതയും പ്രൊഫഷണലുമായ രീതിയിൽ ഇന്ത്യ കൈകാര്യം ചെയ്യുന്നതായി റൂബിയോ പറഞ്ഞു. കാനഡയിലെ G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്ക സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇന്ത്യക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. അവർ ഈ അന്വേഷണത്തിൽ വളരെ കഴിവോടെ മുന്നേറുകയാണ് എന്നാണ് റൂബിയോ വ്യക്തമാക്കിയത്. റൂബിയോ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയതായും ഡൽഹി സ്ഫോടനത്തെക്കുറിച്ചും ചർച്ച ചെയ്തതായും അറിയിച്ചു. അവർ വളരെ പ്രൊഫഷണലായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് വ്യക്തമായ ഒരു ഭീകരാക്രമണമാണ്. സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ പൊട്ടിത്തെറിച്ചതിലൂടെ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നവംബർ 10-നാണ് ഡൽഹിയിലെ ചെങ്കോട്ട മെട്രോ സ്റ്റേഷനടുത്ത് കാർ ബോംബ് സ്ഫോടനം നടന്നത്. കുറഞ്ഞത് 10 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 116.34 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.13 യൂറോ, ഒരു US ഡോളർ 88.69 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 102.73 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.31 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 63.31 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യതലസ്ഥാനത്ത് വീണ്ടും സ്ഫോടന ശബ്ദം കേട്ടതായി റിപ്പോർട്ടുകൾ. മഹിപാൽപൂരിലാണ് സ്ഫോടന ശബ്ദം കേട്ടത്. ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. റാഡിസൺ ഹോട്ടലിനു സമീപമാണ് രാവിലെ 9:18 സ്ഫോടന ശബ്ദം കേട്ടത്. ഡൽഹി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അതേസമയം തലസ്ഥാനത്ത് കേട്ട സ്ഫോടന ശബ്ദം ബസിന്റെ ടയർ പൊട്ടിയതെന്ന സ്ഥിരീകരണം പിന്നാലെ പുറത്തു വന്നു. ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിലാണ് ഡൽഹി. അതേസമയം ചെങ്കോട്ടയ്ക്ക് പുറമെ 4 നഗരങ്ങളിൽ സ്ഫോടനം നടത്താൻ ഭീകരർ ലക്ഷ്യമിട്ടിരുന്നതായി അന്വേഷണ ഏജൻസികൾ പറഞ്ഞു. 8 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. 2 സംഘങ്ങളായി തിരിഞ്ഞ് 4 നഗരങ്ങളിലേക്ക് പോയി സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതിയെന്ന് ANI വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിലും സ്ഫോടനത്തിന് പദ്ധതിയിട്ടു. സംഘത്തിലെ ചിലരെ പിടികൂടി മറ്റുള്ളവർക്കായി തിരച്ചിൽ നടക്കുന്നു. ഗോവധ കേസിൽ 3 പേർക്ക് ജീവപര്യന്തവും തടവും 18 ലക്ഷം രൂപ പിഴയും. കാസിം ഹാജി സോളങ്കി, സത്താർ ഇസ്മായിൽ സോളങ്കി, അക്രം ഹാജി സോളങ്കി എന്നിവർക്കാണ് സെഷൻസ് കോടതി ജഡ്ജി റിസ്വാന ബുഖാരി ശിക്ഷ വിധിച്ചത്. ഗുജറാത്തിൽ ഇതാദ്യമായാണ് ഗോവധ കേസിൽ ജീവപര്യന്തം വിധിക്കുന്നത്. ഗുജറാത്ത് മൃഗസംരക്ഷണ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് മൂവരും കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 2023 പോലീസ് നടത്തിയ തിരച്ചിലിലാണ് 40 കിലോഗ്രാം പശുവിറച്ചി പിടിച്ചെടുത്തത്. ചരിത്രപരമായ വിധിയെന്നാണ് ഗുജറാത്ത് സർക്കാർ ശിക്ഷയെ വിശേഷിപ്പിച്ചത്. സംസ്ഥാന സർക്കാർ ഗോസംരക്ഷണത്തിന് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് വക്താവ് ജിതു വാഖാനി പറഞ്ഞു. കന്നഡ നടൻ ഉപേന്ദ്രയുടെ ഭാര്യയുടെയും പ്രിയങ്കയുടെയും മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്തയാൾ അറസ്റ്റിലായി. ബീഹാർ സ്വദേശി വികാസ് കുമാറാണ് അറസ്റ്റിലായത്. ഉപേന്ദ്രയുടെ നമ്പർ ഉപയോഗിച്ച് പ്രതി ഒട്ടേറെ ആളുകളുടെ വാട്സാപ്പിൽ പണം ആവശ്യപ്പെട്ടു. സെപ്റ്റംബറിലാണ് ഉപേന്ദ്ര സൈബർ ക്രൈം പോലീസിൽ പരാതി നൽകിയത്. ഓൺലൈനിൽ ഓർഡർ ചെയ്ത സാധനം ലഭിക്കാൻ അജ്ഞാത നമ്പറിൽ നിന്ന് വന്ന കോഡ് ടൈപ്പ് ചെയ്തപ്പോഴാണ് ഫോൺ ഹാക്ക് ചെയ്തത്. ചെങ്കോട്ടയ്ക്ക് മുന്നിൽ സ്ഫോടനത്തിനിടയാക്കിയ കാർ ഓടിച്ചത് ഡോക്ടർ ഉമർ നബിയാണ് എന്ന് DNA പരിശോധനയിൽ വ്യക്തമായതായി മാധ്യമ റിപ്പോർട്ടുകൾ. അമ്മയുടെ DNA സാമ്പിളുമായി ഉമറിന്റെ സാമ്പിളുകൾ യോജിച്ചതായി അധികൃതർ പറഞ്ഞു.
കൂടുതൽ സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾക്ക് ലക്ഷ്യമിട്ടിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. ഡോക്ടർ ഉമർ നബിയുടെ പേരിലുള്ള മറ്റൊരു കാർ കൂടി ഹരിയാനയിലെ ഫരീദാബാദിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ചുവന്ന ഇക്കോ സ്പോർട്ട് കാർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഭീകര സംഘാംഗങ്ങൾ ഉപയോഗിച്ചിരുന്നതായാണ് സൂചന. ഉമർ നബിയുടെ ഡോക്ടറായ ഒരു സുഹൃത്തിനെ ചോദ്യം ചെയ്യാൻ സ്ഫോടനം നടന്ന സ്ഥലത്ത് കശ്മീരിൽ നിന്നുള്ള മുതിർന്ന IPS ഉദ്യോഗസ്ഥ ഷാഹിദ പർവീൺ ഗാംഗുലിയും പരിശോധനയ്ക്കായി എത്തിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 9 പേരെ കാൺപൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ടും സ്ഫോടനത്തിന് ഉപയോഗിച്ച വസ്തു ഏതെന്ന് വ്യക്തമായിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ന്യൂസ് ചാനൽ നടത്തിയ ചർച്ചയ്ക്കിടെ ഏറ്റുമുട്ടി BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും CPM നേതാവ് ആർഷോയും. പാലക്കാട് കോട്ട മൈതാനിയിൽ സംഘടിപ്പിച്ച വോട്ടുകവലയിൽ വെച്ചാണ് ഇരു നേതാക്കളും പരസ്പരം കൊമ്പുകോർത്തത്. പിന്നാലെ CPM BJP പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായി. ചർച്ചയ്ക്കിടെ പ്രശാന്ത് ശിവനും PM ആർഷോയും തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിലെത്തുകയായിരുന്നു. CPM പാലക്കാട് നഗരസഭയിൽ 10 സീറ്റ് നേടിയാൽ താൻ രാഷ്ട്രീയം നിർത്തുമെന്ന് പ്രശാന്ത് ശിവന്റെ വെല്ലുവിളിയാണ് ബഹളത്തിന് തുടക്കമിട്ടത്. പ്രശാന്ത് ശിവൻ മോശമായ പദപ്രയോഗം നടത്തിയെന്ന് ആരോപിച്ച് CPM പ്രവർത്തകർ എഴുന്നേറ്റതോടെ BJP പ്രവർത്തകർ സംഘടിച്ചെത്തി. ഇതിനിടെ നേതാക്കന്മാർ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. പോലീസ് ഇടപെട്ടാണ് പ്രവർത്തകരെ പിടിച്ചുമാറ്റിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കേന്ദ്ര അന്വേഷണത്തിന് വഴി തുറക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും രംഗത്ത്. കേസിന്റെ FIR ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഉടൻ അപേക്ഷ നൽകാൻ ED തീരുമാനിച്ചു. ആവശ്യമായ രേഖകൾ ലഭിച്ചാൽ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത് കേസിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കാനാണ് നീക്കം. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് കളമൊരുങ്ങിയിരിക്കെ സംസ്ഥാന സർക്കാരിനെയും ഭരണമുന്നണിയെയും സമ്മർദ്ദത്തിലാക്കുന്ന മറ്റൊരു കേസിൽ കൂടി രംഗപ്രവേശനം ചെയ്യാനാണ് കേന്ദ്ര ഏജൻസി ഒരുങ്ങുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ തന്നെ FIR പകർപ്പ് ആവശ്യപ്പെട്ട് ED റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ FIR ആ ഘട്ടത്തിൽ നൽകാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടി അപേക്ഷ തള്ളി. ഇതിനെതിരെ അപ്പീൽ നൽകാനും EDക്ക് നീക്കമുണ്ട്. രാജ്യാന്തര പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങളുടെ സാന്നിധ്യമടക്കം പരിശോധിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച കേസിൽ കള്ളപ്പണ ഇടപാടിനുള്ള വലിയ സാധ്യതയാണ് ED കാണുന്നത്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ജാഗ്രതയോടെ ഇടപെടാൻ ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയോഗിക്കാൻ കോൺഗ്രസ് തീരുമാനം. ഓരോ നിയോജക മണ്ഡലത്തിന്റെയും ചുമതല KPCC ജനറൽ സെക്രട്ടറിമാർക്ക് നൽകും. കോൺഗ്രസ് അനുകൂല വോട്ടർമാരെ ഒഴിവാക്കാൻ നീക്കം നടക്കുമെന്ന വിലയിരുത്തലാണിത്. എതിർപ്പിന്റെ പേരിൽ SIRൽ നിന്ന് വിട്ടുനിന്നാൽ അവസരം മുതലാക്കി CPM വെട്ടിനിരത്തൽ നടത്തുമെന്ന് KPCC ഭാരവാഹി യോഗത്തിലും രാഷ്ട്രീയകാര്യ സമിതിയിലും അഭിപ്രായമുയർന്നു. എതിർപ്പ് നിലനിർത്തി തന്നെ തിരിമറി നടക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അതേ പ്രാധാന്യം ഇതിനും നൽകണം. SIR നടപടികൾക്കു നേതൃത്വം നൽകുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാരിൽ ഭൂരിഭാഗവും ഇടത് അനുഭാവികളാണ് എന്ന് നേതാക്കന്മാർ ചൂണ്ടിക്കാട്ടി. ശ്രദ്ധ ചെലുത്തിയില്ല എങ്കിൽ കോൺഗ്രസ് വോട്ടർമാർ പുറത്താവുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുകയും ചെയ്യുമെന്നും അവർ സൂചിപ്പിക്കുന്നു. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സീസണിൽ തപ്പിത്തടഞ്ഞ് കേരളം. ആദ്യ 4 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ അക്കൗണ്ടിൽ ഇതുവരെ ജയം വന്നിട്ടില്ല. ആകെയുള്ളത് 5 പോയിന്റ് മാത്രം. ബാറ്റിംഗ് ഓർഡറിലെ പരീക്ഷണങ്ങളും നങ്കൂരമിട്ട് കളിക്കാൻ കഴിയുന്ന ബാറ്ററുടെ അഭാവവും ടീമിന് പ്രതിസന്ധിയാകുന്നുണ്ട്. ജലജ് സക്സേന ടീം വിട്ടത് പരിഹരിക്കാനും മാനേജ്മെന്റിനായിട്ടില്ല. കേരളം എലൈറ്റ് ഗ്രൂപ്പ് Bയിൽ 7ാം സ്ഥാനത്താണ്. നിലവിലെ റണ്ണറപ്പുകളായ കേരളത്തിന് ഇതുവരെ ഓപ്പണിംഗിൽ മികച്ച സ്ഥിരതയാർന്ന കൂട്ടുകെട്ടുണ്ടാക്കാൻ സാധിക്കാത്തതാണ് ടൂർണമെന്റിലെ പ്രധാന വെല്ലുവിളി. ആദ്യ മത്സരത്തിൽ മഹാരാഷ്ട്രയ്ക്കെതിരെ അക്ഷയ് ചന്ദ്രനെയും രോഹൻ കുന്നുമലിനെയുമാണ് കേരളം തുടക്കക്കാരാക്കിയത്. ഓപ്പണിംഗ് ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ടതോടെ ചെറിയ സ്കോർ പിന്തുടർന്നിട്ടും മുന്നേറ്റ നിരക്ക് മികവ് പുലർത്താനായിട്ടില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമേരിക്കയിലെ ജനങ്ങളെ നട്ടം തിരിച്ച അമേരിക്കയിലെ സർക്കാർ ഷട്ട്ഡൌണിന് 43 ദിവസത്തിനു ശേഷം അന്ത്യം. സെനറ്റ് അംഗീകരിച്ച ബില്ല് റിപ്പബ്ലിക്കൻ നിയന്ത്രിത ജനപ്രതിനിധി സഭ പാസാക്കിയതോടെയാണ് ഷട്ട്ഡൌണിന് തിരശ്ശീല വീണത്. UK-യിൽ ലേബർ പാർട്ടി പ്രതിസന്ധി. പാർട്ടിയിലും സർക്കാരിലും അതൃപ്തി. ബജറ്റ് കഴിയുന്നതോടെ സ്റ്റാർമർക്ക് കസേര നഷ്ടമാകാൻ സാധ്യത. UK-ൽ NHS-ൽ നിന്നും 18,000 ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിടാനുള്ള ഹെൽത്ത് സെക്രട്ടറിയുടെ നീക്കത്തിന് ട്രഷറിയിൽ നിന്ന് തിരിച്ചടി. പിരിച്ചുവിടൽ ചെലവിനായി £1 ബില്യൺ അധിക ഫണ്ട് അനുവദിക്കണമെന്ന വൈസ് ട്രീറ്റിംഗിന്റെ ആവശ്യം ചാൻസലർ റേച്ചൽ റീവ്സ് തള്ളി. വിർജിൻ അറ്റ്ലാന്റിക് വിമാനത്തിലെ ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തിയ കേസ് ശതകോടീശ്വരനായ സൽമാൻ ഇഫ്തിഖറിന്റെ ജയിൽ ശിക്ഷ 3 ഇരട്ടി കൂട്ടി. ബ്രിട്ടനിൽ സാമ്പത്തിക മാന്ദ്യവും തൊഴിലില്ലായ്മയും ഉയർന്നതോടെ പലിശ നിരക്ക് കുറയ്ക്കുന്നതിന്റെ പാതയിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. അടുത്ത മാസം പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. UK-യിൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പുതിയ നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ച സർക്കാർ. ഇനി മുതൽ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ടെസ്റ്റ് ബുക്കിംഗ് നേരിട്ട് ചെയ്യേണ്ടി വരുമെന്ന് റിപ്പോർട്ട്. US മിന്റ് ഔദ്യോഗികമായി അവസാനത്തെ 1 സെന്റ് നാണയം നിർമ്മിച്ചു. ഇതോടെ നടപ്പിലായത് ട്രംപ് ഭരണകൂടം 6 മാസം മുൻപ് പ്രഖ്യാപിച്ച തീരുമാനം. അഴിമതി കേസുകളിൽ വിചാരണ നേരിടുന്ന പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് മാപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കത്ത് ലഭിച്ചുവെന്ന് ഇസ്രായേൽ പ്രസിഡന്റ്. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.